അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ ഹൈക്കോർട്ട് OA എക്സാം ഡേറ്റ് വന്നു അല്ലേ? ഒക്ടോബറിലാണ് പരീക്ഷ. ഒക്ടോബർ 20-ാം തീയതിയാണ് പരീക്ഷ. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ളത്. എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ? 35 മാർക്ക് നമ്മുടെ മാത്സും അതുപോലെ മെന്റൽ എബിലിറ്റിയും കൂടി 35 മാർക്ക്, 15 മാർക്ക് ഇംഗ്ലീഷ്, ബാക്കി 50 മാർക്കാണ് നമ്മുടെ GKയും മറ്റു ഭാഗങ്ങളെല്ലാം കൂടി വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈക്കോർട്ടിന്റെ ഏത് പരീക്ഷയാണെങ്കിലും അത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഹൈക്കോർട്ട് OA ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും അവിടെ നമ്മുടെ കയ്യിലുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എന്തെല്ലാം പഠിക്കണം എന്ന് മനസ്സിലാക്കാം? അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഏതെല്ലാം ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഹൈക്കോർട്ട് OA കുട്ടികളുണ്ടായിരുന്നു, ഇപ്രാവശ്യവും നമുക്കുണ്ട്. അപ്പോൾ എന്തായിരിക്കും സിലബസ് എന്നുള്ളത് ഞങ്ങളൊരു പ്രപ്പോസ് സിലബസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇംഗ്ലീഷിന്റെ 15 മാർക്കിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ഔട്ട് കാണുക. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് തന്നെയാണ്. കാരണം എന്താണ്, നമുക്കറിയാം 35 മാർക്ക് മാത്സും 15 മാർക്ക് ഇംഗ്ലീഷും. ഇത് സ്റ്റാറ്റിക് ആണ്. ഈ ടോപ്പിക്സിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേണിനും ആ ഒരു നിലവാരത്തിനും നമുക്ക് കൃത്യമായിട്ടൊരു കണക്കുണ്ട്. അത് പഠിച്ചാൽ നമുക്ക് കിട്ടും. അതേസമയം 50 മാർക്കിന് GK വരുമ്പോൾ ഇച്ചിരി വാസ്റ്റ് ആണ്. അത് എത്രത്തോളം പഠിച്ച് നമുക്ക് എത്തണം എന്ന് തന്നെ ഒരു കൺഫ്യൂഷനാണ്. തീർച്ചയായിട്ടും കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അവിടെ ചോദിക്കാറുണ്ടെങ്കിൽ പോലും എല്ലാ ഭാഗങ്ങളും പഠിച്ചു വരിക എന്ന് പറയുന്നത് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 50 മാർക്ക് ഇപ്പുറത്ത് കിടപ്പുണ്ട്, മാത്സും ഇംഗ്ലീഷും. അപ്പൊ അതിൽ ഇംഗ്ലീഷിന്റെ 15 മാർക്കിൽ എന്താണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ ഇംഗ്ലീഷിൽ മാർക്ക് വരുന്നത് 15 മാർക്കാണ്. ഇതിന് നമ്മുടെ LD സിലബസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. LDCയുടെ മെയിൻസിലൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ ആ ഒരു സിലബസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിന്റെ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് കമ്പയർ ചെയ്യാം. തീർച്ചയായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് സെന്റൻസും ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, അതായത് നമുക്കറിയാം അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപെറേറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ്, ഈ സെന്റൻസസ് ഇതിന്റെ ഇന്റർചേഞ്ച്, അതായത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദി കോമ്പൗണ്ട് സെന്റൻസ് ഓഫ് ഏതെങ്കിലും ഒരു ഗിവൺ സിമ്പിൾ സെന്റൻസ് തരിക. അപ്പൊ അതിന്റെ ഒരു കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺ ഏതാ, പ്രോനൗൺ ഏതാ, ആഡ്വേർബ്, അഡ്ജക്റ്റീവ്, ഇതൊക്കെ എപ്പോഴും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, നമ്മുടെ കോൺകോഡ്, ഈവൻ കഴിഞ്ഞ പ്രാവശ്യം പോലും കൃത്യമായിട്ട് കോൺകോഡിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് റോമിയോ ആൻഡ് ജൂലിയറ്റ് അങ്ങനെ ഒരു വാക്ക് വന്നിട്ട് അതിന്റെ കൂടെ എന്താണ് നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഭാഗത്ത് നിന്നും എന്താണ് അവിടെ ഈസാണോ ആറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാർട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് പഠിക്കണം. ഇവിടെ സിലബസിൽ നമുക്ക് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഓക്സിലറി വെർബ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കോൺകോഡ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കോൺകോഡ് പഠിക്കണം, ഡെഫിനറ്റ്ലി ആർട്ടിക്കിൾസ് പഠിക്കണം, പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറീസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാൻ വരാം. ഓക്കെ, അതുപോലെ തന്നെ ചില യൂസേജസ്, ഇപ്പൊ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഇൻഫിനിറ്റീവ്, എന്താണ് ജെറൻഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ടാവും, സെന്റൻസ് കറക്ഷൻ. ഇപ്പൊ കഴിഞ്ഞ എല്ലാ PYQ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ PYQയിലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കറക്ഷൻ ഓഫ് സെന്റൻസ്. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ആ ഒരു ഭാഗം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെയാണ് പ്രപ്പോസിഷന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മളിപ്പം എന്താ പറയാ, LLBയുടെ എൻട്രൻസ് മുതൽ, അതായത് നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോർട്ടുമായി ബന്ധപ്പെട്ട ഏതൊരു എക്സാമിനും കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രപ്പോസിഷൻ. ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും ഗ്രാമർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഇത് എന്ത് ഓർഡറിൽ പഠിക്കണം എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓർഡറിൽ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് എളുപ്പമാവില്ല, ഒന്നും കൂടി ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ശരിയാണ്, നമ്മൾ തിയറിറ്റിക്കലി നോക്കുവാണെങ്കിൽ ആദ്യം പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെയാണ് പഠിക്കേണ്ടത്. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പാടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആർട്ടിക്കിൾസിൽ നിന്ന് തുടങ്ങണം. ഇതായിരിക്കണം നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ഭാഗം. അതിനുശേഷം
പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറീസ് പഠിക്കണം. പിന്നീട് നമ്മൾ കോൺകോർഡ് പഠിക്കുക. അതിനുശേഷം നമുക്ക് പ്രപ്പോസിഷനിലേക്ക് വരാം, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരാം, എന്നിട്ട് മാത്രം ടെൻസിലേക്ക് വരിക. ടെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഒരിക്കലും ആദ്യം എടുക്കരുത്. അതേപോലെ പാർട്സ് ഓഫ് സ്പീച്ച് അതൊക്കെ നമുക്ക് അവസാനം ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. കാരണം ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തൊക്കെയാണുള്ളത്? പ്രപ്പോസിഷൻ വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ഇത് അതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ കൃത്യം ഓർഡർ ഫോളോ ചെയ്യാൻ നോക്കുക. ആർട്ടിക്കിൾസ്, ഓക്സിലറീസ്, ക്വസ്റ്റ്യൻ ടാഗ്, പ്രപ്പോസിഷൻ, കോൺകോർഡ്, ടെൻസസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, യൂസേജസ്, ഈ ഒരു ഓർഡറിൽ സെന്റൻസ് കറക്ഷൻ, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്, ഇങ്ങനെയുള്ളൊരു ഓർഡറിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഗ്രാമർ ഭാഗത്തെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ നമ്മളുടെ നോൺ ഗ്രാമറും കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇതുവരെ കഴിഞ്ഞ എക്സാംസിൽ നോക്കുവാണെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പല എക്സാംസിലും വൊക്കാബുലറി കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുമുണ്ട് ഗ്രാമറിനേക്കാളും. അത് ഹൈക്കോർട്ടിന്റെ എല്ലാ പരീക്ഷകൾക്കും, ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ വൊക്കാബുലറിക്ക് തന്നെയാണ് വെയിറ്റേജ്. അതേപോലെ തന്നെ OAയിലും അത്യാവശ്യം വൊക്കാബുലറി കയറി വരാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ വൊക്കാബുലറിയും വേണം. സിംഗുലർ, പ്ലൂറൽ, ജെൻഡർ ഫോംസ്, കളക്റ്റീവ് നൗൺസ്, പ്രിഫിക്സ്, സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്. ഈ സിനോണിംസ്, ആന്റോണിംസ് ഒന്നും ഒരിക്കലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. അത് ബേസിക്കലി നമ്മൾ കുറച്ചായിട്ട് ഓരോ ദിവസവും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹൈക്കോർട്ട് OA പോലൊരു പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഇനി ഫ്രേസൽ വെർബ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല വാക്കുകളും നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഫോറിൻ വേർഡ്സിൽ വരാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോറിൻ വേർഡ്സ് ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. കൃത്യമായിട്ട് പഠിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്. ഇപ്പൊ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇഡിയംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട വൊക്കാബുലറി ഭാഗങ്ങൾ. ഈ ഭാഗങ്ങൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രാമറും നോൺ ഗ്രാമറും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം. അതായത് ഗ്രാമറിൽ നിന്നൊരു ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്രാമർ ഭാഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഒരു വൊക്കാബുലറി ഭാഗവും കൂടി ചൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന്റെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിനുശേഷം നിങ്ങളിപ്പം ഓക്സിലറി വെർബ് എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പൊ നമുക്ക് അവിടെ ഫ്രേസൽ വെർബ് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനോടൊപ്പം തന്നെ ഈ ഫ്രേസൽ വെർബ് ഒന്നും കൂടി പഠിക്കാം. അപ്പൊ ഈ രീതിയിൽ ഗ്രാമർ നോൺ ഗ്രാമർ ഒരുമിച്ച് എടുത്താൽ മാത്രമേ നമുക്ക് എക്സാമിന് ഇഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് ഓർത്ത് എഴുതാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഹൈക്കോർട്ട് OA പോലൊരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല ഒരു ജോബാണ്, ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു ജോബാണ്. സോ നിങ്ങൾ അതിലേക്ക് ക്വാളിഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 45 ഡേ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ഷെഡ്യൂളോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഇനി റെക്കോർഡഡ് ക്ലാസ്സസ് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ പരിചയപ്പെടണം. പരീക്ഷകളിലൂടെയും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസിലൂടെയും ഒക്കെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കും അധ്യാപകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അധ്യാപകരോടൊപ്പം തന്നെ റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ നമുക്ക് മോഡൽ എക്സാംസും മോക്ക് എക്സാംസും അങ്ങനെ എല്ലാം കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുപോയി പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നല്ലൊരു അവസരമാണ്. ഇനി ഈ ഒരു അവസരം വരണമെങ്കിൽ വീണ്ടും നമ്മൾ 2 കൊല്ലത്തിന് മേലെ കാത്തിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള 45 ദിവസം, ഈ 45 ദിവസത്തിൽ ഒരുപാട് അവധികളും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ചധികം സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. കളയരുത് അവസരങ്ങൾ. ഓപ്പർച്യൂണിറ്റി നെവർ നോക്സ് ട്വൈസ്. പിന്നെ ഓപ്പർച്യൂണിറ്റി നെവർ നോക്സ് ട്വൈസ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രോവേർബ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് പഴഞ്ചൊല്ലുകൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാം. ഇംഗ്ലീഷുമായിട്ട് ഞാനും ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ PYQ, ഹൈക്കോർട്ട് OAയുടെ PYQ ഒക്കെ കിട്ടാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ PYQ അനാലിസിസുമായിട്ടൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ സജീവമായിരിക്കും. യൂട്യൂബ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പഠിച്ചു തുടങ്ങാം അല്ലേ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.